അക്യുപങ്ചർ ആനുകാലിക പ്രസക്തമായ ചികിത്സാരീതി തന്നെയാണ്. നാഡീപരിശോധനയിലൂടെ രോഗകാരണങ്ങൾ മനസ്സിലാക്കി പാർശ്വഫലങ്ങളില്ലാതെ ശരീരമർമ്മങ്ങളിൽ ചികിത്സിക്കുന്ന പാരമ്പര്യ ചൈനീസ് ചികിത്സാ രീതിയാണ് അക്യുപങ്ചർ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അക്യുപങ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മുടെ ക്ലിനിക്ക് സന്ദർശിച്ച സിദ്ദീഖ് മുസ്ലിയാരാണ്. അസ്സലാമു അലൈക്കും. താങ്കൾക്ക് അക്യുപങ്ചർ ചികിത്സ സ്വീകരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ഞാൻ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ച് എവിടെ പോയിട്ട് അസുഖം മാറുന്നില്ല, പക്ഷെ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അസുഖമൊന്നും മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അക്യുപങ്ചറായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അക്യുപങ്ചറിൽ വന്നപ്പോൾ ഞങ്ങൾ ചികിത്സ തുടങ്ങിയ പിന്നെ എനിക്ക് വളരെയധികം മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അക്യുപങ്ചർ ചികിത്സ സ്വീകരിച്ചതിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? മാറ്റങ്ങൾ അതായത് എനിക്ക് സൗണ്ട് അടപ്പാണ് മെയിനായിട്ടുണ്ടായത്. എല്ലാ സമയത്തും സൗണ്ട് അടക്കലാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ആദ്യമായിട്ട് അക്യുപങ്ചറിൽ വന്നിട്ട് സൗണ്ടിനെ പറ്റിയാണ് പറഞ്ഞത്, ഒരു രോഗമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറ് പിന്നെ അതിന് ചികിത്സിച്ചപ്പോൾ എനിക്ക് വളരെയധികം മാറ്റം, രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴാണ് എനിക്ക് സൗണ്ടിന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പരിപൂർണ ബോധ്യമായി, ഈ അക്യുപങ്ചർ കൊണ്ട് എൻ്റെ സൗണ്ട് മാറും, ക്ലിയർ ആവുമെന്ന് എനിക്ക് പരിപൂർണ ബോധ്യമായി. അലോപ്പതി ഡോക്ടർമാർ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലാണ്ട് സൗണ്ട് മാറില്ല, പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങളിങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല, സൗണ്ട് ഇടാൻ പാടില്ല, വർക്ക് ചെയ്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞു. എനിക്കിപ്പോൾ സൗണ്ട് ഇടാണ്ടിരുന്നാൽ എൻ്റെ കഞ്ഞി സൗണ്ടിൽ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ സൗണ്ട് കിട്ടണം എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ കല്ലേപ്പുള്ളിയിൽ ഇങ്ങനെ അക്യുപങ്ചർ തുടങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ ഓപ്പനിങ്ങിന് വന്ന് മുമ്പരെ സമീപിച്ച് കണ്ടു. അപ്പോൾ മുമ്പരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പരിപൂർണമായിട്ട് നമുക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം നടിയിലിട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ശരിയാവുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോൾ അത് പ്രകാരം ഞാനിങ്ങനെ തുടർച്ചയായിട്ട് വന്നു. ഒരു 3 പ്രാവശ്യം നടിയിലിട്ട് കഴിഞ്ഞ പിന്നെ എനിക്ക് വളരെയധികം മാറ്റങ്ങളുണ്ട്. സൗണ്ട് എടുക്കാൻ മറ്റോ ഒന്നുമില്ല, വളരെ ക്ലിയറാണ്. ഈ അക്യുപങ്ചർ കൊണ്ട് എനിക്ക് പരിപൂർണ്ണ തൃപ്തനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ തല ഒരു പെരുക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം എനിക്ക് ഒരു മാറ്റങ്ങൾ തോന്നുന്നത് അക്യുപങ്ചർ കൊണ്ടാണ്. അക്യുപങ്ചർ ചികിത്സ തുടർന്ന് പോകുമ്പോൾ എല്ലാ രോഗത്തിനും ഇതൊരു പരിഹാരമാണ് എന്ന് തോന്നിയിട്ടുണ്ട്? ഉണ്ട്, എനിക്ക് പരിഹാരമായിട്ട് തോന്നുന്നുണ്ട്. വളരെ നെഞ്ചുവേദന പോലെയും പിന്നെ അതുപോലെ ശരീരവേദന പോലെയും മുട്ടുംകാല് വേദന, ഇടുപ്പ് വേദന, അങ്ങനെ പല വേദനകൾ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ഞാൻ സാറിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നെടിലിട്ട് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പരിപൂർണ തൃപ്തനാണ് അക്യുപങ്ചറിൽ.